ഇരട്ട വോട്ടുകൾ ചേർത്ത് RSS നേതാവും കുടുംബവും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വരവൂർ പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരനും ഭാരതീയ വിചാര കേന്ദ്രം മേഖലാ സെക്രട്ടറിയുമായ ഷാജി വരവൂർ, ഭാര്യ ദീപ്തി, അമ്മ കമലാക്ഷി എന്നിവരാണ് വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇവർ മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇരട്ട വോട്ട് അഥവാ വ്യാജ വോട്ട് ചേർക്കലിൻ്റെ മാനം. നമുക്ക് നമ്പർ 1 ആ സ്റ്റോറി, ആ വിവരങ്ങളിലേക്ക്, ആ റിപ്പോർട്ടിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ദിനംപ്രതി പുറത്തുവരുന്നത്. വരവൂരിൽ സ്ഥിരതാമസക്കാരനും RSS നേതാവുമായ ഷാജി വരവൂരും കുടുംബവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും വോട്ട് ചേർത്തു. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ട് നിലനിർത്തിക്കൊണ്ടാണ് തൃശ്ശൂരിൽ വോട്ട് ചേർത്തത്. ആലത്തൂർ മണ്ഡലത്തിലെ 11ാം നമ്പർ ബൂത്തിലും തൃശ്ശൂർ മണ്ഡലത്തിലെ 37ാം നമ്പർ ബൂത്തിലും ഷാജിക്കും കുടുംബത്തിനും വോട്ടുണ്ടായിരുന്നു. 1D ഇൻലാൻഡ് ഉദയ അപ്പാർട്ട്മെന്റ് എന്ന വിലാസത്തിലാണ് ഷാജി വരവൂരും കുടുംബവും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയിട്ടുമുണ്ട്. അടഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണങ്ങൾ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൈരളി ന്യൂസ്, തൃശ്ശൂർ. അതാണ് കേരളത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് സുരേഷ് ഗോപിയെ പോലൊരു BJP നേതാവ് ജയിക്കുന്നത്? ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങൾ എത്തുമ്പോൾ 86,000-ഓളം കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചോർന്നു. ആ അർത്ഥത്തിൽ അത് BJPക്ക് ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളുടെ വസ്തുതകൾ അവിടെ നിൽക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏറ്റവും ഗുരുതരമായ വ്യാജ വോട്ടിൻ്റെ, കള്ള വോട്ട് ചേർക്കലിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തിനാണ് സുരേഷ് ഗോപി മാസങ്ങളോളം അവിടെ, കൊല്ലം സ്വദേശിയായ സുരേഷ് ഗോപി അവിടെ മാസങ്ങളോളം തമ്പടിച്ചു തുടർന്നത്? സ്വാഭാവികമായും നാം കരുതിയിരുന്നത് രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. പക്ഷേ അല്ല, അത് വോട്ട് ചേർക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് കൂടിയാണ് എന്ന രാഷ്ട്രീയ ആരോപണം എതിരാളികൾ ഉന്നയിച്ചു കഴിഞ്ഞു. അതിനെ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള വസ്തുതകളാണ് പുറത്തെത്തുന്നത്. നമുക്കറിയാം, തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിയുടെ റോളുകൾ, അതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ പുരോഗമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ വ്യാജ വോട്ട് ചേർക്കൽ കൂടി അവിടെ നടന്നതിൻ്റെ വിവരം.